ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ മഴയും പിടിച്ച് കുടുംബസമേതം മീൻ മേടിക്കാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ. ഈ ശങ്കുട്ടനുള്ള ഓറേ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ വരുന്നത്. കാര്യം കിടക്കാപ്പായെന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒരേ കാലിച്ചായയും കുടിച്ചിറങ്ങിയ ഇറക്കമാണ് കേട്ടോ. നല്ല മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ മീൻ മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കടൽ മീൻ മേടിക്കാൻ എന്തിനാണ് ഈ രാവിലെ തന്നെ ഇത്ര കഷ്ടപ്പെട്ട് പോകുന്നതെന്ന്. അല്ല ഗൈസ്, നമ്മൾ ആറ്റുമീൻ മേടിക്കാനായിട്ട് എൻ്റെ വീടിനടുത്തുള്ള പായിപ്പാട്ട് വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ രാവിലെ 6 മണി തൊട്ട് തുടങ്ങും. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം മീനൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിട്ടിയ കുറച്ച് മീനൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. നമുക്ക് മെയിനായിട്ട് വേണ്ടത് വരാലും മഞ്ഞക്കുരിയായിരുന്നു. പക്ഷേ മഞ്ഞക്കുരി കിട്ടിയില്ല, ഇന്ന് സീസൺ അല്ലായിരുന്നു. ഇന്ന് വലക്കാർക്ക് ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് വരാൽ, പള്ളത്തി, പിന്നെ കക്കാറിച്ചി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട്, പിന്നെ കല്ലുമുട്ടി, ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമ്മളിതേ വന്ന് എല്ലാ മീനും വെട്ടി വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞാൻ അമ്മ വീഡിയോ എടുക്കുക ഇങ്ങോട്ട് നോക്കാമെന്ന് പറയുന്നതിന് അമ്മ ചിരിക്കുന്നത്. എല്ലാവരും നല്ല കോലത്തിലാണ് കേട്ടോ. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് അതേ കോലത്തിലേക്ക് പോകുന്നേക്കാണ്. അമ്മ മാത്രം സാരി എടുത്തു, ബാക്കി എല്ലാവരും അതേ ഡ്രസ്സിൽ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഈശാൻകുട്ടിന് വേണ്ടി നമ്മൾ ബിസ്ക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴും മഴ ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്നപ്പോഴും മഴയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ദൈവം സഹായിച്ച് അവിടെ നിന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നേ. എന്തായാലും അവരാരും മഴ നനഞ്ഞില്ല. അവരും 3 പേരും കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവർക്ക് ഇത് ഇത്ര ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. പിന്നെ ഞങ്ങളുടെ കൂടെ മഴ ആയതുകൊണ്ട് അങ്ങ് വന്നതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെയാണ്. മാക്സിമം ഞങ്ങൾ എല്ലാവരോടെയാണ് പോകുന്നത്. വളരെ അപൂർവമായിട്ടേ ഞാൻ വിഷ്ണുട്ടനും വിശാനും അങ്ങനെ പോകാറുള്ളൂ. ഇവർ രണ്ടുപേരും എവിടെ പോയാലും അമ്മയും കാണും ചേട്ടനും കൂടെ എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും ഇടിച്ചതിനകത്ത് കയറാറുണ്ട് കേട്ടോ. അത് ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷമാണ് തരുന്നത്. പിന്നെ ഇതേ ഞങ്ങൾ ഡാൻസ് ഒക്കെ കളിച്ച് ഇശാൻകുട്ടൻ്റെ മാസ്റ്റർ പീസ് സ്റ്റെപ്പാണ് കേട്ടോ. ഇശാൻ്റെ നിരഞ്ജൻ പഠിപ്പിച്ച സ്റ്റെപ്പൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കളിച്ച് ഞങ്ങൾ ഹേളിയായിട്ട് ജോളിയായിട്ടൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത് മീൻ വാങ്ങിച്ചു, അതുകൊണ്ട് നമുക്ക് കപ്പ മേടിക്കാമെന്ന് പറഞ്ഞാൽ ഡാണാപ്പടി വന്നപ്പോൾ കപ്പ വാങ്ങിക്കാൻ ഇറങ്ങി. എൻ്റെ ഗൈസ് പറയാതിരിക്കാൻ പറ്റത്തില്ല, പന്ന കപ്പയായിരുന്നു കേട്ടോ. കുക്കറിലൊരു 10 തവണ അടിച്ചിട്ടാണ് ഈ കക്കയെന്നാണ് വായുന്നത്. കപ്പ വെന്തില്ല കേട്ടോ. അത്രയ്ക്കും പന്ന കപ്പയായിരുന്നു. ഞങ്ങൾ ഇതേ സാധനമൊക്കെ മേടിക്കാൻ പോയ സമയത്ത് അച്ഛനും മോനും സെൽഫിയൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ജംഗ്ഷനിൽ വന്നപ്പോൾ നമ്മുടെ സ്വന്തം അഭിലാഷേൻ്റെ കടയിൽ നിന്ന് നല്ല തൈരൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. കാര്യം കപ്പ, മോര്, മീൻകറി, ഇതാണല്ലോ കോമ്പിനേഷൻ. പക്ഷേ ഫൗളായിപ്പോയി, കപ്പ കൊള്ളത്തില്ലായിരുന്നു. പന്ന കപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. അമ്മ അതിലങ്ങ് വീണ് പോയി ഗൈസ്. കാര്യം അമ്മ അത്രയ്ക്ക് ആഗ്രഹിച്ച് വാങ്ങിച്ചായിരുന്നു കപ്പ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മീനെല്ലാം സോർട്ട് ഔട്ട് ചെയ്യുകയാണ്. കക്കാർച്ചി ഉണ്ടായിരുന്നു, പള്ളത്തി ഉണ്ടായിരുന്നു, പിന്നെ വരാലും കല്ലുമുട്ടി ഉണ്ടായിരുന്നു. വരാലും കല്ലുമുട്ടി നമ്മൾ അവിടുന്ന് വെട്ടിയാണ് വാങ്ങിച്ചത്. പള്ളത്തി അവിടുന്ന് വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കത്തില്ല. കാര്യം അത് കുഞ്ഞു മീനല്ലേ, അവരത് വെട്ടി വരുമ്പോഴത്തേക്ക് നേരം കുറേ പിടിക്കും. അതുകൊണ്ട് ഞാൻ വെട്ടിക്കോളാമെന്ന് പറഞ്ഞാൽ അതിങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആറ്റുമീനായതുകൊണ്ട് നമുക്ക് കടമീനെ പോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. വെട്ടി വൃത്തിയാക്കി വെച്ചില്ലെങ്കിൽ വിവരം അറിയും ഗൈസ്. 10 മിനിറ്റിനകം അത് വിവരം അറിയിക്കും. കാര്യം ഇത് ഐസൊന്നും ഇടാത്ത മീനല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെട്ടി വൃത്തിയാക്കി ഫ്രീസറിൽ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി വെച്ചാൽ നല്ലതായിട്ടിരിക്കും. ഇതോടെ വെച്ച് കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ എനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ സ്ഥിരം ഈ ആറ്റുമീൻ ഐറ്റംസാണ് വാങ്ങാറുള്ളത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം എൻ്റെ വീട്ടിൽ വിയോരത്ത് ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്. വിയോരം എന്ന് പറയുന്നത് ആറിൻ്റെ തീരത്തൊക്കെയാണല്ലോ. ഞങ്ങൾക്ക് ഇതൊക്കെ എപ്പോഴും സുലഭമായി കിട്ടും. ഈ പറയുന്ന സാധനവും ഞങ്ങളുടെ വിയോരത്ത് പോയി ഞങ്ങൾ വാങ്ങിച്ചാണ്. പിന്നെ രാവിലത്തെ കുളിയും തന്നെ ജപമൊന്നും നടത്താത്തതുകൊണ്ട് എല്ലാവരും ഉറങ്ങി എഴുന്നേറ്റ വേഷത്തിൽ തന്നെ പോയതുകൊണ്ട് വീട്ടിലോട്ട് കയറിയില്ല. അതാണ് വീട്ടിലോട്ട് കയറാഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ പള്ളത്തിയെല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കി. അപ്പോൾ അമ്മ പറഞ്ഞാൽ ആദ്യം ഈ വരാലിങ്ങി കഴുകി തന്നു കഴിഞ്ഞാൽ അമ്മ കറി വെച്ചോളും. അപ്പോഴത്തേക്ക് ആ സമയം കൊണ്ട് എനിക്ക് ബാക്കിയെല്ലാം വൃത്തിയാക്കി എടുത്താൽ മതിയല്ലോ. അപ്പോൾ അമ്മ അപ്പുറത്ത് ഇതിൻ്റെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയൊക്കെ പണിപ്പുരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മുടെ വിഷ്ണുവേട്ടൻ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നേ. വിഷ്ണുവേട്ടൻ പറഞ്ഞു എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വന്നാൽ മതി. കാര്യം നമ്മുടെ ഇശാൻകുട്ടൻ ട്യൂഷന് പോയി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 3 വയസ്സുള്ള കൊച്ചിനെ 4 വയസ്സുള്ള കൊച്ചിനെ ട്യൂഷന് വിട്ടുവന്ന്. അവൻ അക്ഷരം പഠിക്കാൻ പോകുന്നതാണ് കേട്ടോ. അവൻ അക്ഷരം പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ എൻ്റെ അടുത്ത് ഇരിക്കത്തില്ല ഗൈസ്. അവൻ എന്ത് സംഭവിച്ചാലും എൻ്റെ അടുത്തിരുന്ന് പഠിക്കത്തില്ല. എന്താ ചെറുക്കൻ്റെ കാര്യം എന്നൊന്നും എനിക്കറിയത്തില്ല. വീട്ടിൽ വന്നാൽ അവന് കളിക്കണം, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ മീനൊക്കെ ഇത്രയും കഴുകുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മ വിചാരിക്കും അപ്പോൾ അവൾക്ക് അവിടെ ചെന്നാൽ എല്ലാം ആകും, വീട്ടിലൊന്നും ആകത്തില്ലെന്ന്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൈക്കും കാലിനൊക്കെ ഭയങ്കര തളർച്ചയാണ്. അമ്മയെ കാണുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും എനിക്ക് തോന്നത്തില്ല. അതിനകത്തൊരു കല്ലുമുട്ടി ഉണ്ടായിരുന്നു ജീവനുള്ള. അത് കിടന്ന് പിടയ്ക്കുന്നുണ്ടോ.
പിന്നെ നമ്മളതിനെ കൊന്നു ഗൈസ്, കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കതിനെ വെട്ടാതെ നിവർത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിനെ വെട്ടിയപ്പോൾ അത് ചത്തുപോയ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇപ്പം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ദേ ഇപ്പുറത്തെ സൈഡിൽ അമ്മ കപ്പയൊക്കെ പകുതി പണിയാക്കിയിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ആ സമയം കൊണ്ട് ഇശാൻകുട്ടനെ കുളിപ്പിച്ച ട്യൂഷന് വിടാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിലൊക്കെ ഞാൻ ലക്കിയാണ്. വിഷ്ണുവേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇശാൻ്റെ കാര്യം എല്ലാം വിഷ്ണുവേട്ടൻ നോക്കിക്കോളും. ഞാൻ പറഞ്ഞില്ലേ, വിഷ്ണുവേട്ടനെ അമ്മയെ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേകതരം തളർവാദം ഫീൽ ചെയ്യും. അതിനേട്ടൻ എപ്പോഴും പറയും ഇവർക്ക് എന്നെ കണ്ടു കഴിയുമ്പോൾ പിന്നെ കൊച്ചിൻ്റെ ഒരു കാര്യം ചെയ്യാൻ വയ്യ. ഞാനില്ലാത്തപ്പോൾ അവൾ 4 കാലം നടന്ന് കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ ഞാനുണ്ടെങ്കിൽ അവൾക്കൊന്നും ചെയ്യാൻ വയ്യ എന്നുള്ളത് അത് വളരെ സത്യമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവരെ കാണുമ്പോൾ ഭയങ്കര തളർവാദമാണ്, കൈക്കും കാലിനും എല്ലാം. നമ്മുടെ വരാലെല്ലാം വെട്ടി പകുതി കറിക്കെടുത്തു. ബാക്കി കുറച്ച് 5-6 കഷ്ണം നമ്മൾ നാളത്തേക്ക് വറുത്തരച്ച് വെക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കല്ലുമുട്ടിയെല്ലാം ഇശാൻകുട്ടന് വേണ്ടി മുളക് കുറച്ച് അരച്ച് പുരട്ടി വെക്കുവാണ്. അമ്മ ഇവിടെ വരാൽ വെക്കുന്നതിൻ്റെ പണിപ്പുരയിലാണ്. നമുക്ക് വലിയ ചട്ടി, ഇതിലും വലിയൊരു ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ചെവിട് പൊട്ടിപ്പോയി. സ്റ്റൗവിലൊക്കെ വെക്കുമ്പോൾ ഇപ്പോൾ എന്താണ് ചട്ടിയുടെ ചുവടുകളെല്ലാം അങ്ങ് പൊട്ടിപ്പോലെ. അപ്പോൾ അതുകൊണ്ട് അമ്മ ഈ ഉരുളിക്കകത്ത് വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. ഇതിനകത്താകുമ്പോൾ ഇളക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ മുളകൊക്കെ കുറച്ചാണ് നമ്മളെടുത്തത്. പിന്നെ നമുക്ക് ഞണ്ടെന്നൊക്കെയാണ് വരുന്നത്. ഞണ്ടും കൊഞ്ചുമല്ലല്ലോ, കക്കായ ഉണ്ടല്ലോ. അപ്പോൾ അതിന് ഇച്ചിരി എരിവ് കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ബാക്കി പള്ളത്തി വെട്ടുന്നതും നമ്മുടെ കക്ക കഴുകുന്നതൊക്കെ തിരക്കിലാണ് കേട്ടോ. കക്ക നിറച്ച് മണ്ണായിരുന്നേ. കാര്യം എനിക്കൊന്ന് ആറ്റിലെ കക്കായിൽ നമ്മുടെ ഇവിടെ അടുത്ത് കിട്ടുന്ന കക്കയ്ക്ക് ഇത്രയും മണ്ണ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതൊരു 10-12 തവണ ഞാൻ കഴിയതിന് ശേഷമാണ് ആ കക്ക ഒന്ന് റെഡിയായത്. ഇത് നമ്മുടെ വീട്ടിലെ സ്വന്തം കറിവേപ്പില. ആദ്യമൊന്നും ഞങ്ങൾക്ക് കറിവേപ്പില ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ കറിവേപ്പ് മരങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം എങ്ങും പോകേണ്ട കറിവേപ്പിലയ്ക്ക്, നമുക്ക് കടയിൽ നിന്നും വാങ്ങേണ്ട. ഇപ്പം ഞാൻ ഒരു ചെടിച്ചട്ടിയിൽ മല്ലിയില സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു തവണ ഇവിടെ മല്ലിയില വാങ്ങിയതാണ്. അതിൻ്റെ ചെവിടെ നല്ല നല്ല മല്ലിയിലയായിരുന്നു കേട്ടോ. ഫ്രഷ് മല്ലിയിലായിരുന്നു, വാടാത്ത മല്ലിയില. അപ്പം ഞാനതെടുത്തിട്ട് അതിൻ്റെ ചെവിട് കൊണ്ടുവന്ന് നമ്മുടെ ചെടിച്ചട്ടിക്കകത്ത് കുഴിച്ച് വെച്ചു. പക്ഷെ പറയാതിരിക്കാൻ വൈ ഗൈസ്, ഞാൻ വെച്ച ആദ്യമായിട്ടൊരു സാധനം കിളിച്ചിട്ടുണ്ട്. അതിൽ ഇലയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴത്തേക്ക്. അപ്പോൾ നമുക്ക് മല്ലിയിലയൊക്കെ വീട്ടിൽ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങും പോയി വാങ്ങിക്കണ്ടല്ലോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഫ്രഷായിട്ട് അത് വെച്ച് ഒടിക്കുന്നു, നമ്മൾ കറിക്കകത്തിടുന്നു. ഇവിടെ പിന്നെ നോർത്ത് ഇന്ത്യൻ കറികളൊക്കെ ഇഷ്ടംപോലെ വെക്കുന്നത് കൊണ്ട് മല്ലിയിലയൊക്കെ വളരെ ആവശ്യമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും മല്ലിയില ഇടുന്നതൊക്കെ ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ ആർക്കും ഇഷ്ടമല്ല മല്ലിയിലയുടെ ചുവ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനോർത്ത് ഈ കറിവേപ്പില വിച്ചുന്ന പോലെ തന്നെ നമ്മുടെ മല്ലിയിലയും ചെന്ന് ഇങ്ങനെ പിച്ചെടുക്കാമല്ലോ. അതൊക്കെ ഒരു രസമാണല്ലേ. നമ്മുടെ അടുക്കളയുടെ പുറത്തൊക്കെ കൊണ്ട് വെക്കണം അത്. ഇപ്പം ഞാൻ വരാന്തയിൽ വെച്ച് കിളിപ്പിക്കുന്നത്. കാര്യം ഇഷ്ടമായിട്ട് പറഞ്ഞു, മല്ലി ഒരു പ്രാവശ്യം ഞങ്ങൾ പാകിയതാണ്. ഞങ്ങൾ എപ്പോൾ പാകിയാലും ആ മല്ലി എന്ത് പറ്റും, മഴ പെയ്ത് അത് പിന്നെ കിളിക്കത്തില്ല. ഇതിനൊത്തിരി മഴയും വേണ്ട, ഒത്തിരി വെയിലും വേണ്ട, അങ്ങനെ ഒരു ക്ലൈമറ്റാണ് വേണ്ടതെന്നാണ് ഏട്ടൻ പറയുന്നത്. അവിടെയൊക്കെ അവർ മല്ലി പാകി കിളിപ്പിക്കാറുണ്ടായിരുന്നേ. ഇവർ നോർത്തിൽ താമസിച്ച സമയത്ത് ഓരോരുത്തർ ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൽ അത് പറ്റാതെ വരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം ശ്രമിച്ചു നോക്കിയതാണ്. ഞങ്ങൾ എപ്പം മല്ലി പാകിയാലും അപ്പം ഭയങ്കര മഴയായിരിക്കും, ഒരാഴ്ച അടുപ്പിച്ച് മഴയായിരിക്കും. അത് കാരണം ഇപ്പം ദേ ഞാൻ ആ തണ്ട് വെച്ചൊന്ന് പരീക്ഷിക്കുകയാണ്. കിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നും ഞാൻ വെച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു ചട്ടിയിൽ, ആദ്യം വെച്ച ചട്ടിയിലെ ഇലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെക്കുന്ന സാധനത്തിൽ ഇങ്ങനെ ഇലയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. ദേ കക്കാർച്ചയൊക്കെ കഴുകി അമ്മയെ കാണിച്ചിട്ടുണ്ട്. ഇത്രയും മതിയെന്ന് ചോദിച്ച്. അപ്പം മതി എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടോ. ഇവിടെ എല്ലാം കൂടെ വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അതങ്ങ് അപ്പുറത്ത് കൊണ്ട് വെച്ചു. വിഷ്ണുവേട്ടനെ ഒന്ന് സഹായിക്കാൻ വിളിച്ചതല്ല, വിഷ്ണുവേട്ടൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാണ് എന്തെങ്കിലും സഹായിക്കണമെന്ന്. പാട്ടൊക്കെ വെച്ച ആൾ ഭയങ്കര ആസ്വാദനത്തിലാണ്, കപ്പ ഒളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിരുന്നു. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് തന്നെയല്ല, ജോലി പെട്ടെന്ന് നീങ്ങി, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ 3 പേരോടെ കയറിയപ്പോഴത്തേക്ക് പെട്ടെന്ന് പണി തീർന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്ന സമയം അമ്മ അവിടെ നിന്ന് വെക്കും. ഇതേ കണ്ടില്ലേ എൻ്റെ ഭർത്താവിൻ്റെ ഡാൻസുകൾ. ഇങ്ങനെ നല്ലൊരു ഡാൻസുകാരനാണ് ഗൈസ്. നല്ല വൃത്തിയുടെ ഡാൻസും സ്റ്റെപ്പും ഒക്കെ ചെയ്യും കേട്ടോ. എനിക്ക് പോലും ഇത്രയും കഴിവുകളൊന്നുമില്ല. എനിക്കങ്ങനെ വലിയ കഴിവൊന്നുമില്ല, പക്ഷേ എന്നാലും എന്നെക്കാളും നല്ലതായിട്ട് ഡാൻസ് കളിക്കും. മുഖത്ത് എക്സ്പ്രഷനൊക്കെ വരും. ഇഷ്ടംപോലെ കഥകൾ, നമ്മുടെ എന്താ പറയണ്ടേ, ഹിന്ദു കഥകളൊക്കെ ഇല്ലേ, രാമായണം, ഭാഗവതം, ഇതൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. എനിക്കാണ് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. വിഷ്ണുവേട്ടൻ പക്ഷേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കഥയാണെങ്കിൽ ഞാൻ കേൾക്കും, ഇല്ലെങ്കിൽ ഞാൻ എന്തേലും അലമ്പുണ്ടാക്കി അങ്ങ് പോകും കേട്ടോ. പാവത്തിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കഥകളൊക്കെ പറയാനായിട്ട്. ഇപ്പോൾ ഇവിടെ പാട്ട് വെച്ചിട്ട് അമ്മയും എന്നെയും ഇങ്ങനെ എന്താ നമ്മളിങ്ങനെ
എന്താ പറയണ്ടേ, ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കത്തില്ലേ എന്ന് വെച്ചാൽ സ്നേഹത്തോടുള്ള ശല്യപ്പെടുത്തൽ, അതാണ് പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊച്ചുള്ളി പൊളിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കൊച്ചുള്ളിയൊക്കെ പൊളിക്കുവാണ്. പിന്നെ തേങ്ങാക്കൊത്ത് എടുത്തു തന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു കേട്ടോ ഇന്ന്. എന്താണെന്നറിയത്തില്ല, സാധാരണ അങ്ങനെ അടുക്കളയിൽ കയറി വരാത്തതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും. എനിക്ക് വയ്യാങ്കിൽ തുടച്ച് തരും, തൂത്ത് തരും, അങ്ങനെയൊക്കെ ചെയ്തു തരും കേട്ടോ. പക്ഷേ ഇന്ന് ഇങ്ങോട്ട് വന്നു, അതൊക്കെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ച് എന്തെങ്കിലും ചെയ്തു തരണമെന്ന്. കാര്യം ഞങ്ങൾ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 9:30 ആയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം വെച്ച് മാറണ്ടേ. അപ്പോൾ ഇന്ന് തന്നെ ഇതെല്ലാം വെക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. കാര്യം ഏട്ടൻ ഇന്ന് ശനിയാഴ്ചയുള്ളൂ, ഞായറാഴ്ച രാവിലെ പോവും. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇതെല്ലാം നമുക്ക് ഇന്ന് തന്നെ വെക്കാമെന്ന് പറഞ്ഞു. പള്ളത്തി കുറച്ചെടുത്ത് വറുത്തു, കക്കാർച്ചി റോസ്റ്റ് ചെയ്തു, വരാൽ കറി വെച്ചു, പിന്നെ കല്ലിമുട്ടി ഈശാൻകുട്ടന് വേണ്ടി വറക്കാൻ വെച്ചു. അങ്ങനെയായിരുന്നു ഇന്നത്തെ മെനുകളെല്ലാം. ഇന്നത്തേന്ന് വെച്ചാൽ നമ്മുടെ ശനിയാഴ്ചത്തെ, ഞങ്ങൾക്ക് ശനിയാഴ്ചയാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. ഇന്ന് കണ്ണൻ ചേട്ടനും ജോലിക്ക് പോയില്ല, ലീവ് എടുത്തു. അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഹാപ്പി സാറ്റർഡേ ആണ് ഇന്ന്. മിക്കവാറും ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ കാണും. ഇന്ന് എങ്ങും പോകാനില്ലാത്തൊരു സാറ്റർഡേ ആയതുകൊണ്ട് വീട്ടിലങ്ങ് ഫുഡ് വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മയുടെ കപ്പ മാത്രം ഫ്ലോപ്പായിപ്പോയി. അമ്മ അത്രേ ആഗ്രഹിച്ചു. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മ അങ്ങനെ കഴിക്കത്തില്ല. പക്ഷേ ഇന്ന് വലിയ മീനൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ആഗ്രഹിച്ച് മേടിച്ചായിരുന്നു. പക്ഷേ എന്ത് പറയാനാണ് മല്ലയ്യ, അങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മുടെ പള്ളത്തിയല്ല, ഈ പള്ളത്തി ഇശാൻകുട്ടൻ വിളിക്കുന്നത് എന്താണെന്നറിയോ, ബേബി ഫിഷ് എന്നാണ് ഇശാൻകുട്ടൻ ഇതിനെ വിളിക്കുന്നത്. ഇത് വെളുക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാവോ, ഉപ്പും ഗോതമ്പൊടിയും കൂടി ഇട്ട് തിരുമ്മി അങ്ങ് കഴുകണം. സൂപ്പറായിട്ട് ഇത് വെളുത്ത് കിട്ടും കേട്ടോ. അല്ലാതെ എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റേ മുളകല്ലല്ലോ, എന്ത് മുളയുടെ ഇത് ഇല പറിച്ചിട്ട് അമ്മ തേക്കാറുണ്ട്. അപ്പോഴും നല്ലപോലെ വെളുക്കും. പക്ഷേ ഗോതമ്പൊടി ഇട്ട് തേക്കണം ഗൈസ്, നല്ല അടിപൊളിയായിട്ട് വെളുത്തിട്ട് അത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടുതൽ ചേർത്ത് ബാക്കി മസാലയൊക്കെ കുറച്ച് ചേർത്ത് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ടേസ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇന്നും വറുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. അന്നത്തെ എടുത്ത് കുറച്ച് വെച്ചായിരുന്നു, പകുതി വറുത്ത്. കാര്യം എല്ലാ കറിയും കൂടെ ഉള്ളതുകൊണ്ട് അമ്മ പറഞ്ഞ് കുറച്ചെടുത്താൽ മതിയെന്ന്. അപ്പോൾ കുറച്ചെടുത്ത് വറുത്ത് ബാക്കി കുറച്ചെടുത്ത് ഞാൻ അമ്മയും കൂടെ ഇന്ന് വറുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നേ. നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. ഈ ഇതുപോലെ ഇരിക്കുന്നെങ്കിൽ ഇതിൻ്റെ രുചി അപാരമാണ്. പക്ഷേ ഇത് വെട്ടിയെടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ആരും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇത് വെട്ടുന്നത് അവിടെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്. പക്ഷെ നമുക്ക് അത്രയും നേരം കൊണ്ട് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നത്. അതിൻ്റെ ഇടയ്ക്ക് കപ്പ ആദ്യം നമ്മൾ ഇഡ്ഡലിക്കുട്ടത്തിലാണ് വെച്ചത്. പക്ഷേ ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അത് കുക്കറിലോട്ട് മാറ്റിയായിരുന്നേ. അപ്പുറത്തെ കുക്കറിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 വിസിൽ എന്തോ അടിച്ചിട്ടുണ്ട്. പക്ഷേ നോ രക്ഷ, കപ്പയിലെ കരിക്ക് പോലെ കിടക്കുമായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കക്കാർച്ചിയുടെ പണിയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കക്കാർച്ചിയും പിന്നെ നമുക്ക് പാവയ്ക്ക മെഴുകോട്ടയും വെക്കണമായിരുന്നു. ഇതെല്ലാം വിഷ്ണുവേട്ടന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഇന്ന് വെക്കുന്നത് കേട്ടോ. പിന്നെ വിഷ്ണുവേട്ടൻ പോയി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലേ വരത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇതേ വിശന്നപ്പോൾ ഉള്ളിവടയൊക്കെ കൊണ്ട് തന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. നിനക്ക് വിശക്കുന്നുണ്ടോ, വെള്ളം വേണോ, നാരങ്ങ വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിന് വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ആരും കണ്ണു വെക്കല്ലേ കേട്ടോ. നമ്മൾ തേങ്ങാക്കൊത്തെല്ലാം മൂപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കക്കാർച്ചി സെറ്റ് ചെയ്യാനായിട്ട്. തേങ്ങാക്കൊത്ത് ഇവിടെ വിഷ്ണുവേട്ടനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കൊച്ചുള്ളി മാത്രം ഇട്ടാണ് നമ്മൾ കക്കാർച്ചി വലത്തുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാന്നേ ഉള്ളൂ. എൻ്റെ ഈ വയറ് നിൽക്കുന്നുണ്ടോ, എന്ത് ചെയ്താലും എൻ്റെ ഈ വയറിന് മാത്രം ഒരു കുറവില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ തീറ്റയും കൂടെ കുറച്ചാലേ നമ്മുടെ വയറൊക്കെ കുറയത്തുള്ളൂ. എവിടെ വെളിയിലിറങ്ങിയാലും ഫുഡ് തിന്നണമെന്നുള്ള ഒരൊറ്റ ഓർമ്മ മാത്രമേ. വെളിയിൽ പോകുന്നുണ്ടോ ഫുഡ് അടിക്കണം, ഈ ഒരൊറ്റ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ അച്ഛൻ എന്നെ കളിയാക്കി കൊല്ലും. പക്ഷേ എന്നാലും മേളിൽ ഈ വയർ നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും കണ്ടാൽ ഇപ്പോഴും ഞാൻ ഗർഭിണിയാണെന്ന് വിചാരിക്കും. അതേപോലത്തെ വയറാണ് മേളിൽ. എന്ത് ചെയ്യാനാണ്, എനിക്കും എൻ്റെ മോനും ഈ അവസ്ഥയാണ്. ഇപ്പം വയറുണ്ട്, ഞങ്ങൾക്ക് മേളിലാണ് ഗൈസ് വയർ. എന്ത് പറയാനാണ്. അപ്പോൾ കഥകളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മുടെ കക്കാർച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതും കഴിച്ചൊരു നല്ല ഉറക്കം ഞങ്ങളെല്ലാവരും പാസ്സാക്കിയിട്ടുണ്ടായിരുന്നേ. ഏകദേശം 5 മണിയായി കാണും എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛൻ്റെയും മോൻ്റെയും കൂടെയുള്ള ഡാൻസും കളിയാണ് ഈ കാണുന്നത്. അച്ഛൻ വന്നു കഴിയുമ്പോൾ ഇതുള്ള ഡാൻസ് കളിക്കുക, അച്ഛൻ്റെ കൂടെ കളിക്കാണ്ട് പഠിച്ചുകൊണ്ടിരുന്നവനാണ്. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ട് വെച്ച് ഡാൻസായി, കൂത്തായി, മേളമായി, രണ്ടുപേരുമാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നും കാണിക്കല്ലേ ഇഷാനെ, ഇതൊക്കെ പിന്നെ സ്ട്രൈക്ക് വരുമോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ അത്ര വലിയ ചാനലൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം ഇട്ടാണെന്നിട്ടാണെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടേ ഗൈസ്. ഇനിയും നല്ല വീഡിയോസൊക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം. ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും വീക്ക്ലി 2-3 തവണയെങ്കിലും ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. നമ്മുടെ ഷോർട്സ് ഡെയിലി ഇടുന്നതായിരിക്കും.